സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തീപാറുന്ന പോരാട്ടത്തിനാണ് വട്ടിയൂർക്കാവ് സാക്ഷ്യം വഹിക്കുന്നത്. വട്ടിയൂർക്കാവ് തിരിച്ചുപിടിക്കുമെന്ന് പറഞ്ഞ് കെ മുരളീധരൻ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഒരു വശത്ത്, മറുവശത്ത് സിറ്റിംഗ് എംഎൽഎ ആയ വി കെ പ്രശാന്ത് അദ്ദേഹം എന്നോടൊപ്പം ചേരുന്നു. ഗൃഹസന്ദർശനത്തിലാണ് അല്ലേ? കുഴപ്പമില്ല, ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഈ മണ്ഡലം വലിയ ഭൂരിപക്ഷത്ത് നിലനിർത്താൻ വേണ്ടി കഴിയും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 6 വർഷവും ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങളെ ഏൽപ്പിച്ച ചുമതലകൾ നന്നായി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാറി ചിന്തിക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെക്കാൾ മികച്ച ഭൂരിപക്ഷം ഞങ്ങൾ നേടും. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ, എങ്കിലും പരമാവധി വീടുകൾ കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കും തന്നെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്, 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, കെ മുരളീധരൻ UDF-നെ സംബന്ധിച്ച് ഇവിടെ നിർത്താൻ കഴിയുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി. അദ്ദേഹം പോയപ്പോഴാണ് താങ്കൾക്ക് ഇവിടേക്ക് വരാനൊരു അവസരമുണ്ട്. അദ്ദേഹം വീണ്ടും തിരിച്ചെത്തുകയാണ്. അതിനെ എങ്ങനെ നോക്കിക്കണം? അല്ല, ഇട്ടെറിഞ്ഞു പോകുന്നവർ തിരിച്ചു വരുമ്പോൾ ജനങ്ങൾ അതേപോലെ സ്വീകരിക്കണമെന്നില്ലല്ലോ. അപ്പൊ അവര് മണ്ഡലം ഉപേക്ഷിച്ച് വേറൊരു സ്ഥാനത്തിന് വേണ്ടി പോയതാണ്, തിരിച്ചു വരികയാണ്. അപ്പൊ അത് ആ നിലയിലായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യുക. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഒരു ദൌത്യം ഏൽപ്പിച്ചു, ഞങ്ങളത് പൂർത്തീകരിക്കും. 5 വർഷം പൂർത്തീകരിച്ചു. മാത്രമല്ല, വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം, പേരക്കട വികസനം ഉൾപ്പെടെ ലാൻഡ് അക്വിസിഷൻ നടത്തി കൺസ്ട്രക്ഷനിലേക്ക് കടക്കുകയാണ്. ഇതെല്ലാം പൂർത്തീകരിക്കാൻ ഒരു വട്ടം കൂടി ഞങ്ങൾ ചോദിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ, BJPയും വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറിയിരിക്കുകയാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ രാഷ്ട്രീയമായിട്ട്? അല്ല, ഒരു സാധ്യതയും കാണുന്നില്ല. BJP നഗരസഭാ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി അവർ അപ്രസക്തമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് മികച്ച എതിരാളികൾ തന്നെയാണത് ഞാനും സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് മണ്ഡലം നിലനിർത്തുക എന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ജനങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. 25,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയും. അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എല്ലാ ആശംസകളും. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഈ മണ്ഡലം വലിയ ഭൂരിപക്ഷത്ത് നിലനിർത്താൻ വേണ്ടി കഴിയും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 6 വർഷവും ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങളെ ഏൽപ്പിച്ച ചുമതലകൾ നന്നായി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാറി ചിന്തിക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെക്കാൾ മികച്ച ഭൂരിപക്ഷം ഞങ്ങൾ നേടും. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ, എങ്കിലും പരമാവധി വീടുകൾ കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കും തന്നെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്, 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, കെ മുരളീധരൻ UDF-നെ സംബന്ധിച്ച് ഇവിടെ നിർത്താൻ കഴിയുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി. അദ്ദേഹം പോയപ്പോഴാണ് താങ്കൾക്ക് ഇവിടേക്ക് വരാനൊരു അവസരമുണ്ട്. അദ്ദേഹം വീണ്ടും തിരിച്ചെത്തുകയാണ്. അതിനെ എങ്ങനെ നോക്കിക്കണം? അല്ല, ഇട്ടെറിഞ്ഞു പോകുന്നവർ തിരിച്ചു വരുമ്പോൾ ജനങ്ങൾ അതേപോലെ സ്വീകരിക്കണമെന്നില്ലല്ലോ. അപ്പൊ അവര് മണ്ഡലം ഉപേക്ഷിച്ച് വേറൊരു സ്ഥാനത്തിന് വേണ്ടി പോയതാണ്, തിരിച്ചു വരികയാണ്. അപ്പൊ അത് ആ നിലയിലായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യുക. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഒരു ദൌത്യം ഏൽപ്പിച്ചു, ഞങ്ങളത് പൂർത്തീകരിക്കും. 5 വർഷം പൂർത്തീകരിച്ചു. മാത്രമല്ല, വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം, പേരക്കട വികസനം ഉൾപ്പെടെ ലാൻഡ് അക്വിസിഷൻ നടത്തി കൺസ്ട്രക്ഷനിലേക്ക് കടക്കുകയാണ്. ഇതെല്ലാം പൂർത്തീകരിക്കാൻ ഒരു വട്ടം കൂടി ഞങ്ങൾ ചോദിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ, BJPയും വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറിയിരിക്കുകയാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ രാഷ്ട്രീയമായിട്ട്? അല്ല, ഒരു സാധ്യതയും കാണുന്നില്ല. BJP നഗരസഭാ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി അവർ അപ്രസക്തമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് മികച്ച എതിരാളികൾ തന്നെയാണത് ഞാനും സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് മണ്ഡലം നിലനിർത്തുക എന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ജനങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. 25,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയും. അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എല്ലാ ആശംസകളും.